ഈ വീഡിയോയിൽ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, യൂറോപ്പിന്റെ 28 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അത് വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിന്റെ ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് യൂറോപ്പുമായിട്ട് കച്ചവടം ചെയ്യാൻ യാതൊരു മടിയില്ല. പക്ഷേ നമ്മൾ എപ്പോഴൊക്കെ വളർന്നു വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ യൂറോപ്പ് ശരിക്കും ഇന്ത്യയെ തകർക്കുന്ന നയങ്ങളാണ് എപ്പോഴും എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. ഇതിൽ പൊതുവിൽ നമ്മൾക്ക് വിസ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂറോപ്പിന് ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴേ അവർ മൾട്ടിപ്പിൾ സ്ക്രൂട്ടനിങ് ആണ് ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. 2007 തൊട്ടേ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇതുവരെ കൺക്ലൂഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂറോപ്പിന് ഇത് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അമേരിക്ക ശരിക്കും ഹ്യൂമിലിയേറ്റഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ആരും നിൽക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തന്നെ നോക്കൂ, അമേരിക്ക നിങ്ങൾ ആയുധം മേടിച്ചോളൂ, ഞങ്ങളുടെ അടുത്ത് ആയുധം മേടിച്ച് നിങ്ങൾ യുദ്ധം നടത്തിക്കോ എന്നാണ് പറയുന്നത്. റഷ്യ തിരിച്ചടിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ആയുധം മേടിച്ചോ. പക്ഷേ ആരും ആയുധം വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല. അതായത് അമേരിക്ക ഫ്രീ ആയിട്ട് തന്നാൽ ഞങ്ങൾ ഉപയോഗിക്കാം. ഇതാണ് യൂറോപ്പിന്റെ നിലപാട്. ഇപ്പം മാർക്ക് റൂട്ടെ പോളണ്ടിൽ വന്നിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യയുടെ കയ്യിലുള്ളതെല്ലാം മാരകമായിട്ടുള്ള ആയുധങ്ങളാണ്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ തുരിതരായിട്ട് നാറ്റോയും യൂറോപ്പിനും എല്ലാം തകർത്ത് കളയും എന്ന് മാർക്ക് റൂട്ടെ പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? അമേരിക്കയുടെ വോയിസിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ, പാട്രിയോട്ട് മിസൈൽ പോലത്തെ സാധനങ്ങൾ, അതേപോലെ അമേരിക്കയുടെ പക്കൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെ ഇന്ന് സാധൂകരിച്ചുകൊണ്ട് സെലൻസ്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് യെസ്, മാർക്ക് റൂട്ടെ പറഞ്ഞത് വളരെ ശരിയാണ്, ട്രംപിനോട് നമ്മൾ യോജിക്കണം, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, വളരെ ശരിയാണ് എന്നുള്ള യോജിപ്പാണ് ശരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് നമ്മൾ റഷ്യക്ക് മേളിൽ ഉപരോധം കൊണ്ടുവരണം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങി നമ്മൾ റഷ്യയെ തിരിച്ചടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പോളണ്ടിന്റെ ഉള്ളിലേക്ക് ഡ്രോൺ അയച്ചിരിക്കുന്ന റഷ്യ ഇനി ഏത് സാഹചര്യത്തിലും എവിടെ വേണമെങ്കിലും ഡ്രോൺ അയക്കും, യുദ്ധം നടത്തും, മിസൈലുകൾ അയക്കും. അതായത് ഉക്രൈൻ അല്ലാതെ നിങ്ങൾക്കൊരു സേഫ്റ്റി ഇല്ല, നിങ്ങൾ ഉക്രൈനോടൊപ്പം ചേർന്ന് നിന്ന് റഷ്യ എതിർക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സെലൻസ്കി പറഞ്ഞു വെക്കുന്നത്. ഇതിന് ഒറ്റൊരു മറുപടിയാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര എയർ ഡിഫൻസ് മേടിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യും? റഷ്യക്ക് ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇത് പുടിൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്പർച്യൂണിറ്റി നോക്കൂ, ഇപ്പോഴത്തെ ഫിൻലാൻഡിന്റെ ബോർഡറിൽ നിന്നും ലിത്വാനിയ ത്രൂ ബെലോറസിന്റെ ബോർഡർ ത്രൂ താഴോട്ട് ഉക്രൈൻ വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വലിയ ബോർഡർ. ഇവിടെ എവിടെ കൊണ്ട് ബോംബിട്ടാലും റഷ്യക്ക് ഗുണമാണ്. ഇതാണ് റഷ്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇത്രയും വലിയൊരു ഏരിയ കവർ ചെയ്യാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ടോ നാറ്റോയെ കൊണ്ടോ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോഴും ഏതാണ്ട് 2.5% മാത്രമാണ് അവരുടെ GDP യിൽ നിന്നും ഒതുക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മിലിറ്ററി സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട്, ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട്. അതിനെ 5% ഉയർത്തു എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുപോലും ഇവർ ചെയ്യാൻ തയ്യാറല്ല. ഇതിനകത്ത് ഇപ്പൊ പോളണ്ടിന് 1 ട്രില്യൺ എക്കോണമി ഉണ്ട്. താരതമ്യേന അവർക്ക് കുറച്ച് കാര്യമായിട്ട് ഈ 2.5 കൊടുക്കുമ്പോഴും ഒരു തുകയാവും. അപ്പൊ ഇതുപോലെ നല്ല GDP ഉള്ള രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വലുതായിരിക്കും. പക്ഷെ GDP കുറഞ്ഞ രാജ്യങ്ങൾ എന്ത് ചെയ്യും? അവരുടെ 2.5% എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പൊ ഇവിടെ തന്നെ ഒരു യൂണിറ്റി കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് ഈ ആൾക്കാർ. അതിലുപരിയായിട്ട് ഞാനാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ, നീയാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ, മറ്റവൻ കുറഞ്ഞ ഫണ്ടാണ് ഇടുന്നത്, അവരുടെ GDP താരതമ്യേന കുറവാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂണിറ്റി ഇല്ലാത്ത യൂറോപ്യൻ യൂണിയൻ, അതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ ഇവർക്ക് ഇത്രയും നാൾ 2007 മുതലേ ഇന്ത്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇവര് എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇത്രയും കാലം വൈകുന്നത്? എന്താണ് ഇവരുടെ പ്രശ്നം? ഇന്ത്യയുമായിട്ട് എന്താണ് പ്രശ്നം? ഇന്ത്യ ഇപ്പൊ ഈ ഒരു ഇടപെട്ട കാലത്താണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റെക്കോർഡ് രേഖപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഈ ഗ്രോത്ത് റെക്കോർഡ് രേഖപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട യൂറോപ്യൻസ്, വെസ്റ്റേൺ കൺട്രീസ്, അതേപോലെ അമേരിക്ക, ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്തിരുന്നത് എന്താണ്? ഈ പാശ്ചാത്യ ശക്തികളെല്ലാം തന്നെ അവർക്ക് വേണ്ടുവോളം അവരുടെ ഇൻഡസ്ട്രിയൽസും മാനുഫാക്ചറിങ് എല്ലാം ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എതിർത്ത് പറയാനോ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ ഒരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. ഇത്രത്തോളം നമ്മളുടെ സോഷ്യൽ അവയർനെസ് അഥവാ എൻവയറമെന്റൽ അവയർനെസ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നോളജ് ഇല്ലായിരുന്നു. നോളജ് ഉണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഫോറം, അതുപോലെ തന്നെ ഒരു കാർബൺ എമിഷനെ കുറിച്ചുള്ള ചർച്ചകൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചുള്ള ശക്തമായ അവയർനെസ് ക്യാമ്പുകൾ, ഗ്രീൻ എനർജിയെ കുറിച്ചുള്ള അവയർനെസ്, കാർബൺ എമിഷനെ കുറിച്ചുള്ള കൺസേൺ, ഇതൊന്നും തന്നെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും തന്നെ ആരും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇതെല്ലാം തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഭയങ്കര ഗുണകരമായിരുന്നു. അപ്പൊ അവര് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നല്ല രീതിയിൽ തഴച്ചു വളർന്ന്
എന്നിട്ട് ഇപ്പം നമ്മളെ പോലത്തെ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾ, ചൈന ഒരു ആവറേജ് ഒരു ലെവൽ വരെ എത്തിയെന്ന് വെച്ചോ, ഇപ്പൊ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം ഇൻഡസ്ട്രിയൽ ഫാക്ടറീസും മൈനിങ്ങും അത് മാനുഫാക്ചറിങ് യൂണിറ്റും ഇതെല്ലാം തന്നെ ഇപ്പം മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മളുടെ സാമ്പത്തിക മേഖല, അതുപോലെ നമ്മളുടെ ഇന്റർണൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻസ് ഒക്കെ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവർ വലിയ ഒരു ബാരിയർ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു തടസ്സം. എന്താണ്? കാർബൺ എമിഷൻ. അതാണ് യൂറോപ്പ് ഏത് രാജ്യത്തിന്റെ മേളിലും ചുമത്തുന്ന ഒരു കുറ്റം. ഈ ആരോപണം ഉയർത്തിക്കൊണ്ട് ഇവർ എന്ത് ചെയ്യും? ഈ കാർബൺ കലണ്ടറിൽ വളരെ ഉയർന്ന തോതിൽ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അതിനെ ഈക്വലൈസ് ചെയ്തുകൊണ്ടുള്ള മറ്റുള്ള ഗ്രീൻ എനർജി, അതേപോലെ ഗ്രീൻ റെസൊല്യൂഷൻ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് മരം വെച്ച് പിടിപ്പിക്കുക, അതേപോലെ ഫോസിൽ ഫ്യൂവലിൽ നിന്നും എത്രയും വേഗം നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറുക, കാർബൺ എമിഷൻസ് കുറയ്ക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉയർത്തി കൊണ്ടുവരുന്നോ അത്രത്തോളം നമ്മൾ ഈ മേഖലയിലും കൂടി ശക്തിപ്പെടണം. അതാണ് അവരുടെ നിർദ്ദേശം. അത് അവരെ മൊത്തത്തിൽ ആഗോള തരത്തിലുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ അവരത് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് വളരെ ഫ്രീ ഹാൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ആയാലും ശരി തന്നെ ഒരു രാജ്യങ്ങളും അവരിപ്പോ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്രയും കാലം, ഈ 2007 മുതൽ 2007 ഒരു മീറ്റിംഗ് നടന്നു, 2013 ഒരു മീറ്റിംഗ് നടന്നു, 2017 ഇതേപോലെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ 2023 ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2024, 2025 തുടരെ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. കാരണം യൂറോപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇന്ത്യയുടെ സഹായം വളരെ അനിവാര്യമാണ്. ഇത്രയും നാൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യയെ ബാക്ക് ടു ബാക്ക് ഇവർ കൗണ്ടർ ചെയ്യും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക് യൂറോപ്യൻ കാറുകൾ ഇറക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഓൾറെഡി തന്നെ യൂറോപ്യൻ മേഖലയിലുള്ള ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിലുണ്ട്, ഒരുപാട് സ്പെയർ പാർട്സുകൾ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ആവുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ താരിഫ് ഉയർത്തിക്കഴിഞ്ഞാൽ യൂറോപ്പ് പെടും. അതുകൊണ്ടാണ് അവർ ട്രംപ് എത്രത്തോളം പറഞ്ഞിട്ടും ഇന്ത്യക്ക് നേരെ ഒരു താരിഫ് ഉയർത്താതിരിക്കുന്നത്. അവർ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് അവരുടെ ഗതികേടാണ്. അല്ലാതെ ഇന്ത്യയെ എന്തോ വിചാരിച്ചുകൊണ്ട് വന്നു എന്നുള്ളതിലല്ല കാര്യം. അവരെപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതിലേ അവർ നിൽക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏത് മീറ്റിങ്ങിന് പോയാലും ഏത് ഫോറത്തിൽ ചെന്നിരുന്നാലും ഇന്ത്യയെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ എണ്ണ മേടിക്കുന്നത്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്ക് മാത്രം ഒരു സെപ്പറേറ്റ് നിലപാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ വേദികളിലും. വേറെ ഒരു രാജ്യത്തെ കാണുമ്പോൾ അവർക്ക് ഈ രീതിയിലുള്ള ഒരു ചൊറിച്ചിൽ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ത്യയെ കാണുമ്പോഴത്തേക്കും അവർക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നും. അപ്പൊ ഇങ്ങനെ കാർബൺ എമിഷനും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മേളിൽ അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ അവർക്കെതിരെയും ചില നടപടിക്രമങ്ങൾ എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ തീരുമാനിച്ചിരുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രോബ്ലം നോട്ടീസ് ചെയ്യുന്നത് ഈ മാഗി നൂഡിൽസ് അത്ര ഹെൽത്തി അല്ല എന്നുള്ളൊരു വിഷയം കണ്ടെത്തുന്നതും അതിനകത്ത് ഒരു കെമിക്കൽ കമ്പോണന്റ് കൂടിയ തോതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കപ്പെടുന്നതും അതിനെ ചൊല്ലി ഒരു ആർഗ്യുമെന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ മാഗി നൂഡിൽസുമായിട്ട് ബന്ധപ്പെട്ട, മാഗി അറിയാലോ, നെസ്ലെ എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിലാണ്, യൂറോപ്യൻ മേഖലയെ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ നെസ്ലെ എന്ന് പറയുന്നത്. ഈ നെസ്ലെ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ അവർക്ക് പ്ലാന്റ് ഉണ്ട്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയാസം അതിനകത്ത് കാണിക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ മാഗി നൂഡിൽസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയതിനെ തുടർന്നാണ് അവരെ നമ്മുടെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും കയറി വരുന്ന മുളക് പൊടിയിലും അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ പ്രിസർവേറ്റീവ്സും ആഡിറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലെയിം ഉയർത്തിക്കൊണ്ട് നമ്മളുടെ മസാല പൊടികളെല്ലാം അവർ തടഞ്ഞു നിർത്തിയത്. മസാല പൊടികൾ മാത്രമല്ല വേറെയും കുറെ സാധനങ്ങളുണ്ട്, ലിസ്റ്റിൽ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ ജെന്യൂൻ ആയിട്ട് കണ്ടെത്തിയ ഒരു റീസൺ ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൽ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഫോറിനിൽ മേടിക്കുന്ന നെസ്ലെ ചോക്ലേറ്റും ഇന്ത്യക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന നെസ്ലെ ചോക്ലേറ്റും തമ്മിൽ ഷുഗർ കണ്ടന്റിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നുള്ളത് കണ്ടെത്തുകയും അതിന് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ നോട്ടീസ് ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൾഡ് വാർ അല്ലെങ്കിൽ ഒരു വ്യാപാര യുദ്ധം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് പത്തി മടക്കേണ്ട സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പത്തി മടക്കി ഇന്ത്യക്കുള്ളിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഭയങ്കര ഷേക്ക് ഹാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വൈകാതെ തന്നെ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യക്ക് ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ കൊടുക്കാൻ പറ്റുന്ന ഒരു മധുര പ്രതികാരമാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്നുള്ളത്. ഇത് ശരിക്കും ട്രംപിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചാൽ തിരിച്ചടി തന്നെയാണ്, 100% തിരിച്ചടി തന്നെയാണ്. കാരണം 100% താരിഫ് ഇടൂ ഇന്ത്യക്ക് മേളിൽ നിന്ന് പറഞ്ഞ് വിട്ട സ്ഥിതിക്ക് ഈ യൂറോപ്യൻ സംഘം ഇന്ത്യയിലേക്ക് വന്നിട്ട് 28 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തത്. അത് 0% താരിഫ്. ഇതെങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലുണ്ടായ ഒരാളുണ്ട്. അതാണ് അമേരിക്കയിലെ ലുട്നിക്, ഹാവേർഡ് ലുട്നിക്, കമേഴ്ഷ്യൽ സെക്രട്ടറി. നമ്മളെ ഇവിടുത്തെ പീയൂഷ് ഗോയലിന്റെ അതേ റാങ്ക്, ആ റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് 140 കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ഇന്ത്യ, എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇച്ചിരി ചോളം മേടിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. 140 കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി ഞങ്ങളുടെ അടുത്തുണ്ട്, അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ലുട്ടനിക്കിനില്ല. പക്ഷെ എന്തായാലും ഇപ്പോഴും അവര് ജലസോട് കൂടി തന്നെയാണ് ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നത്. ട്രംപ് വിചാരിച്ചാൽ പോലും ഈ സെക്രട്ടറിമാര്, കൂടെ നിൽക്കുന്ന സെക്രട്ടറിമാര് ഇന്ത്യക്ക് താരിഫ് കുറയ്ക്കാൻ സമ്മതിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും അവിടെ ഉള്ളിൽ ഒരു മത്സരം, ഒരു പുകച്ചലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് സേസ് താരിഫ്സ് ഓൺ ഇന്ത്യ കോസ്ഡ് റിഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു സൊല്യൂഷൻ അല്ല ഇന്ത്യക്ക് മേലുള്ള താരിഫ് എന്നാണ് ട്രംപ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ലുട്ടനിക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ട്രംപ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇത് നമ്മൾ ഈ വാർത്തകളിലൊക്കെ തുടരെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ കാരണം ഇവരുടെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ. അമേരിക്കയിൽ ഭയങ്കരമായിട്ട് മരുന്നിന്റെ കച്ചവടം എന്നാണ് പറയുന്നത്. ചൈന അയക്കുന്നുണ്ട്, പല രാജ്യങ്ങളും കയറ്റി അയക്കുന്നതാണ് പറയുന്നത്. ട്രംപ് ഉൾപ്പെടെ, ലുട്ടനിക് ഉൾപ്പെടെ, സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെ ഇവരെല്ലാവരും ഇത് കുറച്ച് കഴിച്ചിട്ടാണോ അവിടെ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്നത് നമുക്ക് ഡൗട്ട് ഉണ്ട്. ആ രീതിയിലാണ് ഇവരുടെ ഓരോ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ്. ട്രംപ് ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തുവിടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും മാറിയും മറിഞ്ഞും തിരിഞ്ഞാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ മാർക്കോ റൂബിയോ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ക്വാഡ് സബ്മിറ്റ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും. ക്വാഡിലേക്ക് ട്രംപ് പങ്കെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഇതുവരെയുള്ള നിലപാട് അങ്ങനെ തന്നെയാണ്. ഇത് പറഞ്ഞത് സെർജിയോ ഗോർ, അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡറാണ് ഈ ഒരു വിഷയം പറഞ്ഞത്. ഇതിലെല്ലാം പെട്ടുകിടക്കുന്ന ഒരു രാജ്യമാണുള്ളത്, പാകിസ്ഥാൻ. അവരെ കുറിച്ച് ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ ചൈന അവരെ പൂർണ്ണമായിട്ട് പിന്തള്ളിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്തള്ളി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പണ്ടത്തെ ആ ഒരു ബോണ്ടില്ല. കാരണം അമേരിക്കയുടെ ചേരിയിലേക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഷീ ജിങ് പിങ്ങിന് അത്ര താല്പര്യമില്ല. സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പൊ നീ വന്നാൽ മതി. അതാണ് ഇപ്പൊ ചൈനയുടെ നിലപാട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാന് ആയുധങ്ങൾ കടത്തുന്നുണ്ടോ, അതായത് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടും ട്രംപിന് വേണ്ട രീതിയിലുള്ള ആ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാനും ഗോൾഡ് മൈനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ കുറെ വിഷയങ്ങളുണ്ട്. അത് എണ്ണ കുഴിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ ആക്ച്വൽ പ്രോമിസ് ആയിട്ട് ട്രംപ് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പല റൂമറുകളും വരുന്നുണ്ട്. അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നു, അതായത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് അമേരിക്കൻ കാർഗോ ഷിപ്പ് പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നൂർഖാൻ ബേസിന്റെ അടുത്താണ് പോയി ലാൻഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സംശയമുണ്ട്. ഇതിൽ 2 ഡൗട്ടാണ് വരുന്നത്. ഒന്ന്, നൂർഖാൻ ബേസിന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഇന്ത്യയുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവന്നതാവാമെന്ന് ഒരു നിഗമനം. രണ്ടാമത്, ബലൂചിസ്ഥാനികളെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ഇറക്കിയതാണെന്ന് ഒരു ഡൗട്ട്. അപ്പൊ ഈ രീതിയിൽ പലതരത്തിലുള്ള നിഗമനങ്ങളാണ് പൊതുവിൽ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ അമേരിക്കയും ശരിക്കും പാകിസ്ഥാനെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ണറായിട്ട് ഇന്ത്യയെ പോലെ കരുതുന്നില്ല. ഇതെല്ലാം കൊണ്ട് ഇപ്പൊ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പൊ തിരിച്ചടി. അതായത് IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ മേടിച്ച് തരാമെന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും തന്നെ ഇപ്പം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് യൂറോപ്പിന്റെ അന്നത്തെ നിലപാടും യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥയും പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.